ഗൾഫ് രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും ബിസിനസ്സുകാർ തമ്മിലുള്ള സൗഹൃദങ്ങൾക്കും കൈകോർക്കലുകൾക്കും ഇന്റർനാഷണൽ തലത്തിൽ അവസരമൊരുക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രൊഫഷണൽ നെറ്റ്വർക്കായ ഇൻമെക്കിന്റെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ ഗ്ലോബൽ ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടന്റായ സീഗൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനനെ ലെജൻഡ് ഓഫ് എന്റർപ്രണർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങാൻ മെഡിമിക്സ് ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് പ്രസൻസ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2025 ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു അവാർഡ് ഇവിടെ പ്രതീക്ഷിച്ചതല്ല. എന്നെ ഡേവിസ് 12-ാം തീയതി ഫംഗ്ഷനുണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ ഡോക്ടർ എ വി അനൂപിനോടൊപ്പം ഞങ്ങൾ വന്നതാണ്. ഇതൊരു സർപ്രൈസായിട്ടുള്ള അവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടും ഈ മലയാളി മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ചും ഈ അവാർഡ് നന്ദകുമാർ സാറിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഇദ്ദേഹത്തെ പോലുള്ളൊരു എൻ്റർപ്രണേഴ്സ് നമ്മളെപ്പോഴും ഒരു മെൻറ്ററായിട്ട് കാണുന്നൊരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ശ്രീ അനൂപ്ജിയും ഞങ്ങൾ വളരെ എൻ്റെ കൊച്ചിൻ ഓഫീസ്, ചെന്നൈ ഓഫീസൊക്കെ ഇനാഗുറേഷൻ ചെയ്യാത്തത് അത് ഇനാഗുറേഷൻ ചെയ്യുന്ന ഇവിടെ പറഞ്ഞ മാതിരി ഞാൻ ബോംബെയിൽ ബേസ്ഡാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ടാലൻറ്റ് അക്വിസിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഏകദേശം 10 രാജ്യങ്ങളിലായി 15 ബ്രാഞ്ചസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് എൻ്റെ ബ്രാഞ്ച് ഒരു 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഈ വർഷം അനൂപേട്ടൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്കും വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു വർഷമായിരുന്നു 2024. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ട് ഹാർമണി അൺവീൽഡ് ശ്രീനാരായണ ഗുരുസ് ബ്ലൂ പ്രിൻറ്റ് ഫോർ പ്രോഗ്രസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ റീഡേഴ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലൊരു ബുക്ക് അതിൻ്റെ പ്രചോദനമായത് അനൂപേട്ടൻ്റെ യു-ടേൺ 2023 ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ വെച്ച് റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് റിലീസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാര്യം ഡോക്ടർ ആർ സോമനാഥിന് വരാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരക്കാരനായിട്ട് എന്നെ ആയിരുന്നു അനൂപേട്ടൻ എന്ന് വിളിച്ചത്. അന്ന് മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമായിരുന്നു ഷാർജയിൽ വെച്ചൊരു ബുക്ക് റിലീസ് ചെയ്യണമെന്ന്. അതെന്തായാലും ഈ വർഷത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ വെച്ച് തന്നെ അനൂപേട്ടൻ വരാമെന്ന് പറഞ്ഞെങ്കിൽ പക്ഷേ ഫ്ലൈറ്റ് ലൈറ്റായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അന്ന് അത് അവിടെ ലോഞ്ച് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവഗിരിയിൽ നിന്നിട്ടുള്ള ഞാനും അനൂപേട്ടനും ഒക്കെ ശിവഗിരിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരും പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് അവിടെ വെച്ച് അവിടുത്തെ സ്വാമി സച്ചിദാനന്ദ സ്വാമിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇത് നമുക്ക് വത്തിക്കാനിൽ വെച്ച് ലോഞ്ച് ചെയ്യണം. ഇത് എന്തുകൊണ്ടും ഈ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് ഓൾ റിലീജിയസ് കോൺഫറൻസുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ളതാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ. അങ്ങനെ ആ ബുക്ക് അവിടെ വെച്ച് വത്തിക്കാനിൽ വെച്ചത് റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിൽ നിന്നൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഈ ബുക്ക് ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാനിത് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. 17-ാം തീയതി കേംബ്രിഡ്ജ് മേയർ ഈ ബുക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഈ വർഷം എന്തായാലും വളരെയേറെ സന്തോഷം നൽകുന്ന വർഷമായിരുന്നു. തുടക്കം ഇതോടുകൂടി ആകുന്നു. ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി ജനറലാണ് ഞാൻ. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ സല്യൂട്ട് കേരള എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഇവിടെ പലരും പറഞ്ഞു കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല. അപ്പം ഞങ്ങളൊരു സല്യൂട്ട് കേരളയുടെ ഇൻമെക്കിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സിക്ക് യൂണിറ്റ് റിവൈവലിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ഞങ്ങൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിട്ട് കുറേയേറെ സിക്ക് യൂണിറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് അപ്രോച്ച് സമയത്ത് നമ്മുടെ മെമ്പേഴ്സായിട്ടുള്ള പലരും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് നമുക്ക് തോന്നിയത് കേരളത്തിൽ ബിസിനസ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സല്യൂട്ട് കേരള എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തു. അത് പ്യൂർലി ഓൺ നോമിനേഷനും ജൂറിയൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ 10 ബിസിനസ്മാൻമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നവംബറിൽ താജിൽ വെച്ച് നടന്നു. നന്നാണ് വിപിൻ അത് കവർ ചെയ്യാൻ വേണ്ടി അവിടെ വന്നതും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിനകത്ത് 10 ആൾക്കാർക്ക് ടോപ്പ് ബിസിനസ് പീപ്പിളിനുള്ള ഹോണർ ചെയ്തു. 11-മതൊരാൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണറായിട്ട് ശ്രീ മുഹമ്മദ് അലി ഗൾഫാർ മുഹമ്മദ് അലി ആയിരുന്നു നമ്മളിത് ചെയ്തത്. അപ്പോൾ ആ ഒരു
ചടങ്ങ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യക്ക് പുറത്ത് ഏകദേശം നമുക്കിപ്പം 7 ഗൾഫ് കൺട്രികൾ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ബിസിനസ് എൻ്റർപ്രണേഴ്സിനും പ്രൊഫഷണൽസിനും വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെയും മീഡിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് മലയാളി മീഡിയയാണ്. അതിന് അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവർക്കും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ശ്രീ ഡേവിസിനും നിങ്ങളുടെ എല്ലാ ടീമിനും ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം വർക്ക്. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. Thank you, sir. Thank you so much.